ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. റെയ്സീന ഡയലോഗ് 11ാം പതിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. ഫിന്നിഷ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിരവധി മേഖലകളിൽ ധാരണാപത്രം ഒപ്പുവച്ച് ഇന്ത്യയും ഫിൻലൻഡും. 2027 സെൻസസിനായുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളും ഭാഗ്യചിഹ്നവും അനാച്ഛാദനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ കേരളത്തിലെത്തി. പശ്ചിമബംഗാൾ ഗവർണർ സ്ഥാനം രാജിവെച്ച് CV ആനന്ദബോസ്. ICC T20 ക്രിക്കറ്റ് ലോകകപ്പ് 2ാം സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ മികച്ച പ്രകടനവുമായി ഇന്ത്യ. വാർത്തകൾ വിശദമായി. റെയ്സീന ഡയലോഗിന്റെ 11ാം പതിപ്പിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഔദ്യോഗിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. ലോകക്രമം നിശ്ചയിക്കുന്നതിൽ ഇന്ത്യയ്ക്ക് നിർണായക പങ്കുണ്ടെന്ന് ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുടെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് ഫിൻലൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ് മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു. ആഗോള രാഷ്ട്രീയം നിരവധി വെല്ലുവിളികളെ നേരിടുകയാണെന്നും പാശ്ചാത്യ രാജ്യങ്ങൾ ലോകത്തെ നിയന്ത്രിച്ചിരുന്ന കാലം ഏതാണ്ട് അവസാനിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. പ്രായോഗികമായ വിദേശനയമാണ് ഇന്ത്യ പിന്തുടരുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന ഭൌമ രാഷ്ട്രീയ പ്രശ്നങ്ങളും സാമ്പത്തിക വെല്ലുവിളികളും 3 ദിവസത്തെ റെയ്സീന ഡയലോഗ് ചർച്ച ചെയ്യും. 110 രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളും പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സൈനിക നടപടികളിലൂടെ മാത്രം ഒരു പ്രശ്നത്തിനും പരിഹാരം കാണാൻ സാധിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫിന്നിഷ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവന നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. പരിസ്ഥിതി, കുടിയേറ്റം തുടങ്ങി നിരവധി മേഖലകളിലെ സഹകരണം സംബന്ധിച്ച ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ഫിൻലൻഡും ഒപ്പുവച്ചു. ലോകം ഇന്ന് അസ്ഥിരതയുടെയും അനിശ്ചിതത്വത്തിന്റെയും കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് യുക്രൈൻ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി പറഞ്ഞു. നയതന്ത്രത്തിലും നിയമവാഴ്ചയിലുമാണ് ഇന്ത്യയും ഫിൻലൻഡും വിശ്വസിക്കുന്നത്. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള സഹകരണം ആഗോള സുസ്ഥിരതയെ ശക്തിപ്പെടുത്തുമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. 2026 की शुरुआत में ऐतिहासिक भारत यूरोपियन यूनियन फ्री ट्रेड एग्रीमेंट हुआ. ये एग्रीमेंट भारत और फिनलैंड के बीच ट्रेड, इन्वेस्टमेंट और टेक्नोलॉजी सहयोग को और प्रबल करेगा. डिजिटल टेक्नोलॉजी, इंफ्रास्ट्रक्चर और सस्टेनेबिलिटी जैसे क्षेत्रों में भारत और फिनलैंड महत्वपूर्ण साझेदार हैं. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ കേരളത്തിലെത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ SS സന്ധു, വിവേക് ജോഷി എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. കൊച്ചി വിമാനത്താവളത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തന്യു ഖേൽക്കർ അദ്ദേഹത്തെ സ്വീകരിച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിനിടെ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ, ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്നിവരുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചർച്ചകൾ നടത്തും. എറണാകുളത്തെ ദർബാർ ഹാൾ മൈതാനം ശ്രീ ഗ്യാനേഷ് കുമാർ ഇന്ന് സന്ദർശിച്ചു. രാജ്യത്തെ 10 സംസ്ഥാനങ്ങളിൽ ഒഴിവുവന്ന 37 രാജ്യസഭാ സീറ്റുകളിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. നാളെയാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. ബീഹാർ മുഖ്യമന്ത്രിയും JDU നേതാവുമായ നിതീഷ് കുമാർ, BJP ദേശീയ പ്രസിഡന്റ് നിതിൻ നബീൻ, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി തുടങ്ങിയ പ്രമുഖർ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഈ മാസം 9 പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി. മാർച്ച് 16 നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനവും അന്നേ ദിവസം തന്നെ ഉണ്ടാകും. പശ്ചിമേഷ്യൻ സംഘർഷം 6ാം ദിവസവും അതിരൂക്ഷമായി തുടരുന്നു. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും സംയുക്ത വ്യോമാക്രമണം ശക്തമാക്കി. ഇറാനും മിസൈൽ, ഡ്രോൺ ആക്രമണം തുടരുകയാണ്. ലെബനീസ് സായുധ വിഭാഗമായ ഹിസ്ബുള്ളയും ഇറാന് പിന്തുണ അറിയിച്ച് രംഗത്തുണ്ട്. സംഘർഷം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി രാജ്യങ്ങൾ മുന്നോട്ട് വന്നു. വിശദാംശങ്ങളിലേക്ക്. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരവെ അസർബൈജാനിലെ നഖ്ചിവാൻ വിമാനത്താവളത്തിന് സമീപം ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ആരോപണമുയർന്നു. 2 പേർക്ക് പരിക്കേറ്റതായി അസർബൈജാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഖത്തറിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണം വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെ തടഞ്ഞതായും US എംബസിയുടെ സമീപത്തു നിന്നും ജനങ്ങളെ ഒഴിപ്പിച്ചതായും ഖത്തർ അറിയിച്ചു. സൌദി അറേബ്യയും UAEയും ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ പ്രതിരോധിച്ചതായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ യുദ്ധക്കപ്പലിനു നേരെ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ അമേരിക്ക പശ്ചാത്തപിക്കേണ്ടി വരുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ശ്രീലങ്കൻ തീരത്തിന് സമീപം നടന്ന ആക്രമണത്തിൽ 87 നാവികരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേലിലെ ഡിമോണ ആണവ കേന്ദ്രം ആക്രമിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ടെഹ്റാനിലെ വിവിധ കേന്ദ്രങ്ങളിലും ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലും ഇസ്രായേൽ സൈന്യം ആക്രമണം തുടരുകയാണ്. സംഘർഷം എണ്ണ, പ്രകൃതിവാതകം എന്നിവയുടെ വിതരണത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറാക്ചിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ടെലിഫോൺ സംഭാഷണം നടത്തി. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനേയിയുടെ വേർപാടിൽ ഇന്ത്യയുടെ അനുശോചനം ഔദ്യോഗികമായി അറിയിച്ച് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ഇന്ന് ഡൽഹിയിലെ ഇറാൻ എംബസി സന്ദർശിച്ചു. എംബസിയിലെ അനുശോചന പുസ്തകത്തിൽ അദ്ദേഹം ഒപ്പുരേഖപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. 2027 സെൻസസിന്റെ ഡിജിറ്റൽ ഉപകരണങ്ങളും ഭാഗ്യചിഹ്നവും അനാച്ഛാദനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജനസംഖ്യാ കണക്കെടുപ്പിനായുള്ള 4 ഡിജിറ്റൽ ഉപകരണങ്ങളുടെ പ്രകാശനമാണ് അദ്ദേഹം നിർവഹിച്ചത്. കഴിഞ്ഞ ജൂൺ 16-നാണ് 2027 സെൻസസ് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന സെൻസസ് പ്രക്രിയയിൽ ഇതാദ്യമായി ഡിജിറ്റൽ രീതിയിലാണ് വിവരശേഖരണം നടത്തുന്നത്. പശ്ചിമബംഗാൾ ഗവർണർ സ്ഥാനം രാജിവെച്ച് CV ആനന്ദബോസ്. 2022-ലാണ് അദ്ദേഹം ഗവർണറായി ചുമതലയേറ്റത്. രാജിയുടെ പശ്ചാത്തലത്തിൽ തമിഴ്നാട് ഗവർണർ RN രവിക്കാണ് പശ്ചിമബംഗാളിന്റെ അധിക ചുമതല. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രവാസികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആശ്വാസം പകരുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രധാന പങ്കുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തകൾ അവധാനതയോടെ നൽകണമെന്നും മാധ്യമ മേധാവികളുടെ ഓൺലൈൻ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. വാർത്തകളിൽ അതിശയോക്തി കലർത്തുന്നത് പ്രവാസികളെയും കുടുംബങ്ങളെയും പല രീതിയിൽ ബാധിക്കുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മാനസിക ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കൌൺസിലർമാരുടെയും മാനസിക ആരോഗ്യ വിദഗ്ധരുടെയും 24 മണിക്കൂർ സേവനം ലഭ്യമാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. നോർക്ക ഹെൽപ്പ് ഡെസ്കിലും അല്ലാതെയും ബന്ധപ്പെടുന്നവർക്ക് കൌൺസിലിംഗ് ഉറപ്പാക്കും. പ്രവാസി കേരളീയരും കുടുംബാംഗങ്ങളും +91 471243 0001 നമ്പറിലും ഇന്ത്യയിൽ നിന്നുള്ളവർ 14416 എന്ന ടോൾ ഫ്രീ നമ്പറിലും ബന്ധപ്പെടുക. ICC T20 ക്രിക്കറ്റ് ലോകകപ്പ് 2ാം സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ മികച്ച പ്രകടനവുമായി ഇന്ത്യ. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 19 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 237 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. തകർപ്പൻ പ്രകടനത്തിലൂടെ 42 പന്തിൽ 89 റൺസ് നേടിയാണ് സഞ്ജു സാംസൺ മടങ്ങിയത്. മുംബൈ വാങ്കഡ സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്ത് കടൽപ്പായൽ ഉൽപാദനം വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. കടൽപ്പായൽ മേഖലയിലെ സ്റ്റാർട്ടപ്പ് സാധ്യതകൾ പര്യവേക്ഷണം ചെയ്യാൻ കേന്ദ്രമന്ത്രി വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചു. കൊച്ചിയിൽ കേരള ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡീസ് യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സിമ്പോസിയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടികവർഗ വിഭാഗക്കാർക്ക് ചികിത്സാ ധനസഹായവും ആശ്വാസ ധനസഹായവും സമയബന്ധിതമായി ലഭ്യമാക്കാൻ ഓൺലൈൻ പോർട്ടൽ ട്രീ ഗ്രാൻഡ്സ് സജ്ജമായി. പോർട്ടലിന്റെ പ്രകാശനം മന്ത്രി OR കേളു നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. റെയ്സീന ഡയലോഗ് 11ാം പതിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. ഫിന്നിഷ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബുമായി പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിരവധി മേഖലകളിൽ ധാരണാപത്രം ഒപ്പുവെച്ച് ഇന്ത്യയും ഫിൻലൻഡും. 2027 സെൻസസിനായുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളും ഭാഗ്യചിഹ്നവും അനാച്ഛാദനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ കേരളത്തിലെത്തി. പശ്ചിമബംഗാൾ ഗവർണർ സ്ഥാനം രാജിവെച്ച് CV ആനന്ദബോസ്. ICC T20 ക്രിക്കറ്റ് ലോകകപ്പ് 2ാം സെമിയിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.